നമ്മളിപ്പോൾ ഉള്ളത് കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം എന്ന പേരിൽ അറിയപ്പെടുന്ന തൃശ്ശൂരാണ്. പൂരങ്ങളുടെ പൂരമായ തൃശ്ശൂർ പൂരത്തിൽ പങ്കെടുക്കുന്നതിനും എക്സ്പീരിയൻസ് ചെയ്യുന്നതിനും വേണ്ടിയാണ് നമ്മളിന്നിവിടെ എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷവും ഞാൻ പൂരം കൂടാൻ വന്നെങ്കിലും അല്പം താമസിച്ചു പോയതുകൊണ്ടും അമിതമായ പോലീസ് നിയന്ത്രണം ഉള്ളതുകൊണ്ടും പൂരം കൂടാൻ സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് ഏതു വിധേനയും ഇത്തവണ പൂരം കൂടണമെന്ന ആഗ്രഹത്തോടുകൂടിയാണ് എത്തിയത്. പൂര കമ്മിറ്റിയിലുള്ള സുഹൃത്ത് സുബിൻ വഴി ഒരു ഗസ്റ്റ് പാസ് സംഘടിപ്പിക്കുകയും ചെയ്തു. എങ്കിൽ കൂടിയും ഇത്തവണ അമിതമായ പോലീസ് നിയന്ത്രണം ഉള്ളതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലും കയറിറക്കം അത്ര എളുപ്പമായിരുന്നില്ല. ഇത്തവണത്തെ തൃശ്ശൂർ പൂരം ഒരുപാട് വിവാദങ്ങൾ നിറഞ്ഞതായിരുന്നു. പോലീസ് അമിതമായ നിയന്ത്രണങ്ങൾ കൊണ്ടുവരികയും പൂരത്തിൻ്റെ കമ്മിറ്റിക്കാർക്കുൾപ്പെടെ പൂരത്തിൽ പങ്കെടുക്കാനെത്തിയ പലർക്കും പല സ്ഥലങ്ങളിലും എത്തിച്ചേരാൻ പറ്റാതിരിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ നിരവധി തവണ പൂരം നിർത്തിവെക്കുകയും ചെയ്തു. കൂടാതെ ഇതേ തുടർന്ന് വെടിക്കെട്ട് നിർത്തിവെക്കുകയും പിന്നീട് 3 മണിക്ക് നടക്കേണ്ട വെടിക്കെട്ട് പുലർച്ചെ 7 മണിയോടുകൂടിയാണ് നടന്നത്. എന്തായാലും ഇത്തവണ തൃശ്ശൂർ പൂരത്തിൻ്റെ മുഴുവൻ ചടങ്ങുകൾ കാണാൻ സാധിച്ചില്ലെങ്കിലും അത്യാവശ്യം പ്രധാനപ്പെട്ട എല്ലാ ചടങ്ങുകളിലും കാണാനും പങ്കെടുക്കാനും സാധിച്ചു. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ മറ്റുള്ളവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. തൃശ്ശൂർ നഗരമധ്യത്തിലുള്ള വടക്കുനാഥൻ ക്ഷേത്രത്തിലും ക്ഷേത്രത്തിന് ചുറ്റുമുള്ള തേക്കിൻകാട് മൈതാനിയിലുമാണ് പ്രധാനമായി പൂരത്തിൻ്റെ ചടങ്ങുകളെല്ലാം തന്നെ നടക്കുന്നത്. തൃശ്ശൂർ പൂരത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ തീർച്ചയായിട്ടും തൃശ്ശൂർ പൂരം വന്ന വഴിയും അതിൻ്റെ ചരിത്രവും അത് എങ്ങനെ ഉണ്ടായി എന്നും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. 224ാമത് ആഘോഷിക്കുന്ന ഇത്തവണത്തെ തൃശ്ശൂർ പൂരത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പൂരങ്ങളുടെ അമ്മ എന്ന പേരിൽ അറിയപ്പെടുന്ന ആറാട്ടുപുഴ പൂരത്തെക്കുറിച്ചും നമ്മളൊന്ന് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. 2 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കൊച്ചി ഭരിച്ച ശക്തൻ തമ്പുരാനുമായി ബന്ധപ്പെട്ടാണ് തൃശ്ശൂർ പൂരത്തിൻ്റെ ചരിത്രം. ആ കാലഘട്ടത്തിൽ ഇന്നത്തെ തൃശ്ശൂർ പൂരം പോലെ തന്നെ ജനങ്ങൾ ആഘോഷിച്ചിരുന്ന ഒന്നാണ് ആറാട്ടുപുഴ പൂരം. ഹിന്ദു ഐതിഹ്യപ്രകാരം ലോകത്തിലെ 33 കോടി ദേവതകളും ആറാട്ടുപുഴയിലേക്ക് എത്തിച്ചേരുമെന്നായിരുന്നു വിശ്വസിച്ചിരുന്നത്. ഏതാണ്ട് 2000 വർഷത്തോളം പഴക്കമുള്ള ആറാട്ടുപുഴ പൂരത്തിന് സമീപത്തുള്ള 108 ക്ഷേത്രങ്ങളിൽ നിന്നുള്ള ദേവതമാരും പൂരസമയത്ത് എത്തിച്ചേർന്നിരുന്നു. എന്നാൽ 1796-ലുണ്ടായ അതിഭയങ്കരമായ മഴയെ തുടർന്ന് തൃശ്ശൂർ ദേശത്തെ ആളുകൾക്ക് ആറാട്ടുപുഴ പൂരത്തിന് സമയത്ത് എത്തിച്ചേരാൻ സാധിച്ചിരുന്നില്ല. ഇങ്ങനെ വൈകി എത്തിച്ചേർന്നതുകൊണ്ട് തൃശ്ശൂർ ദേശക്കാരെ അന്നത്തെ ആറാട്ടുപുഴ പൂരത്തിൽ നിന്നും വിലക്കുകയാണ് ചെയ്തത്. പാറമേക്കാവ്, തിരുവമ്പാടി, ചെമ്പുക്കാവ്, കാരമുക്ക്, ലാലൂർ, അയ്യന്തോൾ, ചൂരക്കാട്ടുകാവ്, നെയ്ത്താലക്കാവ്, കണിമംഗലം എന്നീ ദേശങ്ങളിലെ ആളുകളെയാണ് അന്ന് വിലക്കിയിരുന്നത്. ഇങ്ങനെ തൃശ്ശൂർക്കാരെ ആറാട്ടുപുഴ പൂരത്തിൽ നിന്നും വിലക്കിയത് ഇഷ്ടപ്പെടാതിരുന്ന ശക്തൻ തമ്പുരാൻ കോപിതനാവുകയും അടുത്ത വർഷം മുതൽ വടക്കുംനാഥനെ ആസ്ഥാനമാക്കി പുതിയൊരു പൂരം ആരംഭിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. ഇങ്ങനെയാണ് ഇന്ന് ലോക പ്രശസ്തമായ തൃശ്ശൂർ പൂരത്തിൻ്റെ ആരംഭം. അന്ന് കൊടുങ്കാടായിരുന്ന തേക്കിൻകാടിനെ വെട്ടിത്തെളിച്ച് ഇന്നത്തെ അവസ്ഥയിൽ നാടാക്കി മാറ്റിയതും ശക്തൻ തമ്പുരാനാണ് എന്നാണ് വിശ്വസിച്ചു പോരുന്നത്. പാറമേക്കാവ് ഭഗവതി ക്ഷേത്രം, തിരുവമ്പാടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം എന്നീ ക്ഷേത്രങ്ങളാണ് ഈ പൂരത്തിലെ പ്രധാനപ്പെട്ട ദേശങ്ങൾ. നിരവധി ഗജവീരന്മാരെ അണിനിർത്തിക്കൊണ്ടുള്ള പാറമേക്കാവ് ഭഗവതി ക്ഷേത്രം, തിരുവമ്പാടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം എന്നിവരുടെ മേളയും പഞ്ചവാദ്യ ആഘോഷങ്ങളും, ആനപ്പുറത്തുള്ള കുടമാറ്റം, പുലരുന്നതിന് മുൻപ് വെടിക്കെട്ട് എന്നിവയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ആഘോഷങ്ങൾ. കൂടാതെ മറ്റ് നിരവധി ചടങ്ങുകളും തൃശ്ശൂർ പൂരത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്. തിരുവമ്പാടി ഭഗവതിയുടെ തിടമ്പ് ബ്രഹ്മസ്വ മഠത്തിലേക്ക് കൊണ്ടുപോകുന്ന പുറപ്പാട് എഴുന്നള്ളത്ത്, മഠത്തിൽ നിന്നും പഞ്ചവാദ്യത്തോടു കൂടിയുള്ള മഠത്തിൽ വരവ് എഴുന്നള്ളത്ത്, ഉച്ചയ്ക്ക് പാറമേക്കാവ് ക്ഷേത്രത്തിൻ്റെ പൂരപ്പുറപ്പാട്, അതേ തുടർന്നുണ്ടാകുന്ന 1 മണിക്കൂറോളം ദൈർഘ്യം വരുന്ന ചെമ്പടമേളവും ഇലഞ്ഞിത്തറ മേളവും, അതിനുശേഷം വരുന്ന തെക്കോട്ടിറക്കം, പിന്നീട് പാറമേക്കാവ് തിരുവമ്പാടി ഭഗവതിമാരുടെ പരസ്പരമുള്ള കൂടിക്കാഴ്ച, അതിനെ തുടർന്നുള്ള കുടമാറ്റം, സന്ധ്യാസമയത്തുള്ള ചെറിയൊരു വെടിക്കെട്ട്, രാത്രിയിലെ പഞ്ചവാദ്യ മേളങ്ങൾ, പുലർച്ചെയുള്ള ഒരു പ്രധാന വെടിക്കെട്ടും. പുലർച്ചെയുള്ള അതിഗംഭീരമായ ഈ ലോകപ്രശസ്തമായ വെടിക്കെട്ട് നടക്കുന്നത് 2 ഭാഗങ്ങളായിട്ടാണ്. ആദ്യം പാറമേക്കാവും രണ്ടാമത് തിരുവമ്പാടിക്കാരുമാണ് നടത്തുന്നത്. അതിരാവിലെയുള്ള പ്രധാന വെടിക്കെട്ടിന് ശേഷമാണ് പിറ്റേ നടക്കുന്ന പകൽപ്പൂരം. പകൽപ്പൂരത്തിന് ശേഷമുള്ള വെടിക്കെട്ട്, ഉപചാരം ചൊല്ലിപ്പിരിയൽ എന്നിവയുമാണ് മറ്റുള്ള ചടങ്ങുകൾ. പൂരത്തിലെ പ്രധാന ചടങ്ങുകളായ ഇലഞ്ഞിത്തറ മേളവും തെക്കോട്ടിറക്കം, കുടമാറ്റം എന്നിവയൊക്കെ വടക്കുനാഥ ക്ഷേത്രത്തിനുള്ളിലും സമീപ പ്രദേശത്തുമായിട്ടാണ് നടക്കുന്നത്. 8 ചെറുപൂരങ്ങളും അടങ്ങുന്നതാണ് തൃശ്ശൂർ പൂരം. തൃശ്ശൂർ പൂരത്തിൻ്റെ പ്രധാന പങ്കാളികളായ പാറമേക്കാവ്, തിരുവമ്പാടി ദേവസ്വങ്ങൾക്ക് മാത്രമായിട്ടും ചില അവകാശങ്ങളുണ്ട്. വടക്കുനാഥ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള വഴിയിൽ ഇവർക്കാണ് പ്രധാന അവകാശം. കൂടാതെ പൂരത്തിനോടനുബന്ധിച്ച് നടക്കുന്ന വെടിക്കെട്ടും കുടമാറ്റവും ഈ 2 കൂട്ടരുടെയും മാത്രം അവകാശങ്ങളാണ്. തൃശ്ശൂർ പൂരത്തിൻ്റെ അവിഭാജ്യ ഘടകങ്ങളായ ചെറുപൂരങ്ങൾ പ്രധാനമായിട്ടുമുള്ളത് ചെമ്പുക്കാവ് ഭഗവതി ക്ഷേത്രം,
പുക്കാട്ടിക്കര കാരമുക്ക് ഭഗവതി, ലാലൂർ കാർത്തിയാനി ക്ഷേത്രം, അയ്യന്തോൾ കാർത്തിയാനി ക്ഷേത്രം, ചൂരക്കാട്ടുകാവ് ഭഗവതി ക്ഷേത്രം, കുറ്റൂർ നെയ്ക്കാലക്കാവ് ക്ഷേത്രം, കണിമംഗലം ശാസ്താ ക്ഷേത്രം, പനമുക്കമ്പിള്ളി ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രം എന്നീ ക്ഷേത്രങ്ങളിലെ ദേവീദേവന്മാരാണ് പൂരത്തിൽ പങ്കെടുക്കുന്നവർ. പൂരത്തിന് ഒരാഴ്ച മുമ്പ് തന്നെ പങ്കാളികളായ ക്ഷേത്രത്തിലെല്ലാം കൊടികയറുന്നു. തന്ത്രി, മേൽശാന്തി എന്നിവരുടെ നേതൃത്വത്തിൽ കൊടികയറ്റിനു മുമ്പ് ശുദ്ധികലാശവും നടത്തുന്നു. ആശാരിമാർ കവുങ്ങുംതടിയിൽ ചെത്തിമിനുക്കിയ കൊടിമരം പ്രതിഷ്ഠയ്ക്ക് തയ്യാറാക്കിയിരിക്കുന്ന കുഴിയിൽ പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്നു. തൃശ്ശൂർ പൂരത്തിൻ്റെ പ്രധാന പങ്കാളികളായ തിരുവമ്പാടി, പാറമേക്കാവ് ദേവസ്വങ്ങൾക്ക് മാത്രമാണ് പ്രദക്ഷിണ വഴിയിൽ പന്തൽ ഉയർത്താൻ അവകാശമുള്ളൂ. പാറമേക്കാവ് പൂരം വടക്കുന്നാഥ ക്ഷേത്രസന്നിധിയിലേക്ക് കയറുന്ന മനോഹരമായ ദൃശ്യമാണിത്. ഇതിനെ തുടർന്നാണ് പ്രശസ്തമായ ഇലഞ്ഞിത്തറ മേളം നടക്കുന്നത്. ഇങ്ങനെ തൃശ്ശൂർ റൗണ്ടിൽ പടിഞ്ഞാറ്, തെക്ക്, വടക്ക് ഭാഗത്ത് മാത്രമായിട്ടാണ് പന്തൽ ഉണ്ടാവാറുള്ളത്. പാറമേക്കാവിന് മണികണ്ഠനാൽ തെക്ക് ഭാഗത്തും തിരുവമ്പാടിക്ക് നടുവിലാലും വടക്ക് ഭാഗത്തും പന്തലുകളുണ്ട്. ഇതിൽ തിരുവമ്പാടിക്കാർ സ്ഥാപിച്ചിരിക്കുന്ന നടുവിലാലെ പന്തലിന് ആചാരപ്രകാരം വളരെ പ്രാധാന്യമുള്ളതാണ്. തിരുവമ്പാടി ഭഗവതി മഠത്തിൽ നിന്നും എഴുന്നള്ളുമ്പോൾ ശ്രീ വടക്കുംനാഥൻ്റെ നടക്കിൽ മുഖം കാട്ടുന്നത് നടുവിലാലിലെ പന്തലിൽ നിന്നുകൊണ്ടാണ്. ഈ മുഹൂർത്തത്തിൽ പഞ്ചവാദ്യം, ഇടത്തീർ, കലാശം കൊട്ടുകയും ചെയ്യും. കൂടാതെ പുലർച്ചെ പ്രധാന വെടിക്കെട്ട് സമയത്ത് തിരുവമ്പാടിയുടെയും പാറമേക്കാവിൻ്റെയും ഓരോ ആനകൾ തിരുമ്പേറ്റി നിൽക്കുന്നത് നായ്ക്കനാൽ, മണികണ്ഠനാൽ എന്നീ പന്തലുകളിലാണ്. തൃശ്ശൂർ പൂരത്തിൻ്റെ മറ്റൊരു പ്രധാന ചടങ്ങാണ് ആനച്ചമയ പ്രദർശനം. പൂരത്തിൻ്റെ തലേ ദിവസം പാറമേക്കാവ്, തിരുവമ്പാടി വിഭാഗങ്ങൾ പൂരം എഴുന്നള്ളിപ്പിന് ഉപയോഗിക്കുന്ന കോലം, നെറ്റിപ്പട്ടം, ആലവട്ടം, വെഞ്ചാമരം, കുടകൾ തുടങ്ങിയ ചമയങ്ങൾ പൊതുജനങ്ങൾക്കായി പ്രദർശനത്തിന് വയ്ക്കുന്നു. കണിമംഗലം ശാസ്താവിൻ്റെ എഴുന്നള്ളിപ്പോടെയാണ് തുടർച്ചയായി 36 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന തൃശ്ശൂർ പൂരത്തിൻ്റെ തുടക്കം കുറിക്കുന്നത്. വെയിലും മഞ്ഞും കൊള്ളാതെ കണിമംഗലം ശാസ്താവ് വടക്കുന്നാഥൻ്റെ സന്നിധിയിലേക്ക് ഏതാണ്ട് പൂരവുമായി 6 മണിയോടെ എത്തുകയും 7:30 ശ്രീമൂലസ്ഥാനത്ത് എത്തുകയും അതിനുശേഷം പൂരം ആരംഭിക്കുകയും ചെയ്യുന്നു. പിന്നീടെത്തുന്നത് പനമുക്കമ്പിള്ളി ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ പൂരമാണ്. പൂരത്തിന് രാവിലെ 7 മണിക്ക് 3 ആനകളും പഞ്ചവാദ്യവും നാഗസ്വരവും വഴി കിഴക്കേ കോട്ട വഴി പാറമേക്കാവിലെത്തുകയും അവിടെ നിന്നും വടക്കുനാഥൻ്റെ കിഴക്കേ ഗോപുരം വഴി കടന്ന് തെക്കേ ഗോപുരം വഴി പുറത്തു കിടക്കുകയും ചെയ്യുന്നു. എന്നാൽ വൈകിട്ട് സൂര്യഗ്രാമം വഴിയാണ് എഴുന്നള്ളിപ്പ്. പിന്നീടുള്ളത് ചെമ്പക്കാവ് കാർത്തിയാനി ഭഗവതിയാണ്. ദേവി വടക്കുനാഥ ക്ഷേത്രത്തിലേക്ക് വരുന്നത് ഏതാണ്ട് 7 മണിക്കാണ്. വെയിൽ മൂത്താൽ ദേവിക്ക് തലവേദന വരുമെന്നതുകൊണ്ടാണ് ഇത്ര നേരത്തെ എഴുന്നള്ളി വരുന്നതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. 3 ആനകളും നാഗസ്വരവും പഞ്ചവാദ്യവുമായി ടൗൺ ഹാൾ വഴി പാറമേക്കാവ് ക്ഷേത്രത്തിന് മുന്നിലൂടെ വടക്കുനാഥൻ്റെ കിഴക്കേ ഗോപുരം വഴി അകത്ത് കടക്കുകയും തെക്കേ ഗോപുരം വഴി പുറത്തു കിടക്കുകയും ചെയ്യും. വൈകിട്ടും ഇതുപോലെ തന്നെയാണ് ദേവി വടക്കുനാഥൻ്റെ മുന്നിലെത്തുന്നത്. പുക്കാട്ടിക്കര കാരമുക്ക് ഭഗവതി പൂര ദിവസം കാലത്ത് 5 മണിക്ക് നാഗസ്വരവും പാണ്ടിപ്പടയുമായി കുളശ്ശേരി അമ്പലത്തെത്തുകയും 3 ആനകളും 600 കലാകാരന്മാരും അടങ്ങുന്ന നാഗസ്വരവുമായി ഏതാണ്ട് 8 മണിയോട് കൂടി മണികണ്ഠനാൽ പന്തലിലെത്തുകയും ചെയ്യും. ഇവിടെ വെച്ച് 9 ആനകളും 100ഓളം കലാകാരന്മാരെയുമായി പാണ്ഡിമേളം തുടങ്ങുകയും അത് 9:30 ശ്രീമൂലസ്ഥാനത്ത് അവസാനിക്കുകയും ചെയ്യുന്നു. ദേവിയും പടിഞ്ഞാറെ ഗോപുരം വഴി കടന്ന് വടക്കുന്നാഥനെ വണങ്ങി തെക്കേ ഗോപുരം വഴിയാണ് പുറത്തു കിടക്കുന്നത്. ലാലൂർ കാർത്തിയാനി ഭഗവതി കാലത്ത് 6-ന് 3 ആനകളോടെയും മേളത്തോടും കൂടി വടക്കുന്നാഥൻ്റെ സന്നിധിയിലേക്ക് പുറപ്പെടും. കോട്ടപ്പുറത്തെത്തുമ്പോൾ ആനകൾ 5-ഉം നടുവിലാനിൽ വെച്ച് ആനകൾ 9-ഉം ആയിത്തീരും. 10 മണിയോടുകൂടി വടക്കുന്നാഥനെ വന്ദിച്ച് ദേവി ലാലൂരിലേക്ക് തിരിക്കും. വൈകിട്ട് 6-നും വടക്കുന്നാഥൻ സന്നിധിയിലേക്ക് പുറപ്പെടുന്ന ദേവി 10 മണിക്ക് തിരിച്ചു പോന്ന് 11:30 ക്ഷേത്രത്തിലെത്തും. പ്രശസ്തമായ ഇലഞ്ഞിത്തറ മേളമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അമിതമായ പോലീസ് നിയന്ത്രണമുള്ളതുകൊണ്ട് തന്നെ എനിക്ക് ഇലഞ്ഞിത്തറ മേളം നടക്കുന്ന ഭാഗത്തേക്ക് എത്താൻ സാധിച്ചില്ല. തൃശ്ശൂർ പൂരത്തിന് 14 ആനകളുടെ അകമ്പടിയോടുകൂടി എത്തുന്ന ഏക ഘടകപൂരം ചൂരക്കാട്ടുകാവ് ഭഗവതിയുടേതാണ്. കാലത്ത് 6:30 ഒരാനപ്പുറത്ത് നാഗസ്വരവും നടപ്പാണ്ടിയുമായി പറകൾ ഏറ്റുവാങ്ങി ദേവി വടക്കുനാഥനെ ദർശിക്കാൻ പുറപ്പെടുകയും ചെയ്യുന്നു. പൂങ്കുന്നം കോട്ടപ്പുറം വഴി നടുവിലാൻ എത്തിയാൽ ഇവിടെ ഒരു ഇറക്കി പൂജയുണ്ട്. ഇവിടെ വെച്ച് 14 ആനകൾ കൂടി അണിനിരക്കും. ഏതാണ്ട് 100-ൽ കൂടുതൽ വിദ്വാൻമാർ അണിനിരക്കുന്ന പാണ്ടിമേളവും ഇവിടെ വെച്ച് നടത്തപ്പെടും. 11 മണിയോടുകൂടി വടക്കുനാഥനെ പടിഞ്ഞാറെ നട വഴി അകത്ത് കടന്ന് തെക്കേ ഗോപുരം വഴി പുറത്ത് കടന്ന് 12 മണിയോടെ പാറമേക്കാവിലെത്തും. ചൂരക്കാട്ടുകാവ് ഭഗവതി എത്തിയ ശേഷം മാത്രമേ പാറമേക്കാവ് ഭഗവതി പുറപ്പെടുകയുള്ളൂ. ഇതുപോലെ തന്നെ വൈകിട്ട് 7 മണിക്കും ആവർത്തിക്കുകയും 10 മണിയോടുകൂടി ശ്രീമൂലസ്ഥാനത്ത് മേളം അവസാനിപ്പിക്കുകയും 11 മണിക്ക് ദേവി മടങ്ങുകയും ചെയ്യുന്നു. അയ്യന്തോൾ കാർത്തിയാനി ഭഗവതി പൂര ദിവസം പുലർച്ചെ 3 മണിക്ക് ആറാട്ടമാണുള്ളത്. പിന്നീട് പൂജകളും കഴിഞ്ഞ് 7 മണിയോടുകൂടി വടക്കുന്നാഥ സന്നിധിയിലേക്ക് പുറപ്പെടും. വഴി നിറയെ വിവിധ വസ്തുക്കൾ നിറച്ച പറകളും ഏറ്റുവാങ്ങി 3 ആനകളും നാഗസ്വരവുമായിട്ടാണ് പുറപ്പെടുന്നത്.
കോട്ടപ്പുറത്തെത്തുമ്പോൾ ആനകൾ 7 ആകുന്നു. 11 മണിയോടുകൂടി നടുവിലാനിലെത്തുകയും പടിഞ്ഞാറെ ഗോപുരം വഴി കടന്ന് വടക്കുന്നാഥനെ മടങ്ങി തെക്കേ ഗോപുരം വഴി പുറത്തിറങ്ങി അയ്യന്തോളിലേക്ക് തിരിച്ച് 1:30 എത്തുകയും ചെയ്യും. രാത്രി 8-ന് വടക്കുന്നാഥ സന്നിധിയിലേക്ക് വീണ്ടും പുറപ്പെടുന്ന ദേവി 12 മണിയോടുകൂടി വടക്കുന്നാഥനെ വണങ്ങിയിറങ്ങി നടുവിലാൻ മഠത്തിൽ ആറാട്ടും കഴിഞ്ഞ് ക്ഷേത്രത്തിൽ തിരിച്ചെത്തുമ്പോൾ കാലത്ത് 7 മണിയോടെ ആവും. കുറ്റൂർ നെയ്തക്കാവിലമ്മ പൂര ദിവസം കാലത്ത് 8:30-ന് നാഗസ്വരത്തിൻ്റെ അകമ്പടിയോടുകൂടി ആനപ്പുറത്ത് നടുവിലാനെത്തുകയും 11 മണിയോടുകൂടി ആനകളുടെ അകമ്പടിയോട് തന്നെ മേളത്തോടുകൂടി വടക്കുന്നാഥൻ്റെ പടിഞ്ഞാറ് ഗോപുരം വഴി കടന്ന് തെക്കേ ഗോപുരം വഴി ഇറങ്ങി പഴയ നടക്കാവിലെ ക്ഷേത്രത്തിൽ ഇറങ്ങും. രാത്രി 11:30-ന് നടുവിലാനിലെത്തി 11 ആനകളുടെ അകമ്പടിയോടുകൂടി വടക്കുന്നാഥനെ പ്രദക്ഷിണം ചെയ്ത് നിലപാട് തറയിൽ വണങ്ങി നെയ്ക്കാവിലേക്ക് തിരിക്കുകയും ചെയ്യും. തൃശ്ശൂർ പൂരത്തിൻ്റെ പ്രധാന ചടങ്ങുകളിൽപ്പെട്ട ഒന്നാണ് മഠത്തിൽ വരവ്. മഠത്തിൽ വരവിനെക്കുറിച്ച് രസകരമായ ഒരു ഐതിഹ്യമുണ്ട്. തൃശ്ശൂരിലെ നടുവിൽ മഠം എന്നത് നമ്പൂതിരി ബ്രാഹ്മണന്മാരുടെ ഒരു വേദ പാഠശാലയാണ്. ഈ മഠത്തിൻ്റെ രക്ഷാധികാരിയായിരുന്നു നടുവിൽ മഠം സ്വാമിയാർ. മഠത്തിൻ്റെ അവകാശം ഒരു സ്വർണത്തിൽ പൊതിഞ്ഞ നെറ്റിപ്പട്ടങ്ങൾ ഉണ്ടായിരുന്നു. മികച്ച തരം നെറ്റിപ്പട്ടമായതുകൊണ്ട് തന്നെ തിരുവമ്പാടി വിഭാഗത്തിന് ഈ നെറ്റിപ്പട്ടങ്ങൾ കിട്ടിയാൽ കൊള്ളാം എന്ന ആഗ്രഹമുണ്ടായി. അതിനാൽ അവർ സ്വാമിയാരെ സമീപിച്ചപ്പോൾ ആനകളെ മഠത്തിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ നെറ്റിപ്പട്ടം അവിടെ വെച്ച് അണിയിക്കാം എന്ന മറുപടി കിട്ടുകയും ഇതേ തുടർന്ന് തിരുവമ്പാടിയുടെ എഴുന്നള്ളിപ്പ് മഠത്തിലേക്ക് വരാനും അവിടെ വെച്ച് നെറ്റിപ്പട്ടം മാറ്റി അണിയാനും തുടങ്ങി. ഇന്ന് സ്വർണത്തിൽ പൊതിഞ്ഞ നെറ്റിപ്പട്ടം ഇല്ലെങ്കിലും ഈ ചടങ്ങ് തുടർന്നു വരുന്നു. മഠത്തിന് ദേവചൈതന്യം ഉള്ളതുകൊണ്ട് തന്നെ ഇവിടെ വെച്ച് ഒരു പൂജയും നടത്തുന്നു. രാവിലെ 8 മണിക്കാണ് മഠത്തിലേക്കുള്ള വരവ്. തിരുവമ്പാടി ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച് 2 മണിക്കൂർ കൊണ്ട് മഠത്തിൽ എത്തിച്ചേരുന്നു. പൂജയും കഴിഞ്ഞ് ഏതാണ്ട് 11 മണിയോടുകൂടി മഠത്തിൽ വരവ് ആരംഭിക്കുന്നു. 10ഓളം ആനയുമായി പുറപ്പെടുന്ന ഇത് നായക്കനാലിൽ എത്തിച്ചേരുമ്പോൾ 15 എണ്ണമാകുന്നു. മഠത്തിൽ വരവ് അതിൻ്റെ പഞ്ചവാദ്യമേളയിലാണ് പ്രസിദ്ധി ആർജിച്ചിരിക്കുന്നത്. ഇതിൽ നിരവധി പഞ്ചവാദ്യ വിദഗ്ധന്മാർ പങ്കെടുക്കുന്നു. തൃശ്ശൂർ പൂരത്തിൻ്റെ പ്രധാന ചടങ്ങുകളൊന്നായ മഠത്തിൽ വരവിൽ 17 വീതം താളക്കാരും 9 മദ്ദളവും 4 ഇടയ്ക്കയും എന്നിവ ഉണ്ടായിരിക്കണം. ഈ കണക്ക് തെറ്റുവാൻ പാടില്ല. പഞ്ചവാദ്യം നായക്കനാലിൽ മധ്യകാലവും തിരുകലാശവും കൊട്ടുന്നു. പഞ്ചവാദ്യ കലാശത്തോടുകൂടി തിരുവമ്പാടി എഴുന്നള്ളത്ത് നായക്കനാലിൽ നിന്നും തേക്കിൻകാട് മൈതാനിയിലേക്ക് കടക്കുന്നു. ഇവിടെ നിന്നും 15 ആനകളുടെയും ചെണ്ടമേളത്തിൻ്റെയും അകമ്പടിയോടുകൂടി എഴുന്നള്ളത്ത് വടക്കുന്നാഥ ക്ഷേത്രത്തിലേക്ക് നീങ്ങുന്നു. പാറേമേക്കാവിൻ്റെ പൂരം ആരംഭിക്കുന്നത് ഏതാണ്ട് ഉച്ചയ്ക്ക് 12 മണിയോടുകൂടിയാണ്. 15 ആനകളുടെ അകമ്പടിയോടുകൂടി പാറേമേക്കാവ് ഭഗവതി എഴുന്നള്ളുന്നു. പാറേമേക്കാവ് ക്ഷേത്രാങ്കണത്തിൽ നിന്നും ആരംഭിക്കുന്ന ചെമ്പടമേളം അവസാനിപ്പിച്ച് അതിനുശേഷം പാണ്ടിമേളം തുടങ്ങുന്നു. ഇതിനോടൊപ്പം തന്നെ ചെറിയ തോതിലുള്ള ഒരു കുടമാറ്റവും നടക്കുന്നു. പാണ്ടിമേളവും കഴിഞ്ഞ് എഴുന്നള്ളത്ത് വടക്കുന്നാഥ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്നു. 2 കലാശവും കഴിഞ്ഞ് ഇലിഞ്ഞിത്തറയിൽ എത്തുന്നു. ഇവിടെയാണ് പ്രശസ്തമായ ഇലിഞ്ഞിത്തറമേളം അരങ്ങേറുന്നത്. വടക്കുന്നാഥ ക്ഷേത്രത്തിലെ കൂത്തമ്പലത്തിലാണ് എഴുന്നള്ളപ്പ് അവസാനിക്കുന്നത്. പിന്നീടാണ് ഇലിഞ്ഞിത്തറമേളം അരങ്ങേറുന്നത്. ഏതാണ്ട് 4 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പാണ്ടിമേളത്തിൽ വാദ്യകലാരംഗത്തെ കുലപതികളാണ് പങ്കെടുക്കാറുള്ളത്. കൂത്തമ്പലത്തിന് മുന്നിലുള്ള ഇലിഞ്ഞിത്തറയിൽ അരങ്ങേറുന്നതുകൊണ്ടാണ് ഇതിനെ ഇലിഞ്ഞിത്തറമേളം എന്ന പേര് വന്നിരിക്കുന്നത്. ഇവിടെയാണ് പണ്ട് പാറേമേക്കാവ് ഭഗവതിയെ പ്രതിഷ്ഠിച്ചിരുന്നത്. ഇപ്പോൾ നിലവിലുള്ള ഇലഞ്ഞി 2001 കടപുഴകിയ ഇലഞ്ഞിക്ക് പകരം 2001 സ്ഥാപിച്ച പുതിയ ഇലഞ്ഞി മരമാണ്. ഏതാണ്ട് 200-ലധികം വാദ്യമേളക്കാരാണ് ഇലിഞ്ഞിത്തറ മേളത്തിൽ പങ്കെടുക്കുന്നത്. മിക്ക വാദ്യമേളക്കാരും ഇതൊരു വഴിപാടായിട്ടാണ് കാണുന്നത്. ഈ ചടങ്ങിൻ്റെ മറ്റൊരു പ്രധാന പ്രത്യേകത പാണ്ടിമേളം ക്ഷേത്രത്തിനകത്ത് കൊട്ടുന്നു എന്നാണ്. തൃശ്ശൂർ പൂരത്തിന് മാത്രമാണ് ഇങ്ങനെ പാണ്ടിമേളം ക്ഷേത്രത്തിനകത്ത് കൊട്ടുന്നത്. സാധാരണയായി പഞ്ചാരിമേളമാണ് ക്ഷേത്രത്തിനകത്ത് കൊട്ടാറുള്ളത്. വളരെ പതിഞ്ഞ താളത്തിൽ തുടങ്ങുന്ന മേളം സാവധാനം ഇടവിട്ട് വേഗത കൂടുന്നതോടുകൂടി കാണികളും ആവേശഭരിതരാകുന്നു. ഇലഞ്ഞിത്തറ മേളത്തിന് ശേഷമാണ് പ്രശസ്തമായ തെക്കോട്ടിറക്കം. പാറേമേക്കാവ് തിരുവമ്പാടി ഭഗവതിമാർ വടക്കുന്നാഥ ക്ഷേത്രത്തിൻ്റെ തെക്കേ ഗോപുര നടയിലൂടെ തേക്കിൻകാട് മൈതാനിലേക്ക് പ്രവേശിക്കുന്ന ചടങ്ങാണിത്. പാറേമേക്കാവിൻ്റെ 15 ആനകൾ തെക്കോട്ടിറങ്ങി പഴയന്നൂർ ഭഗവതിയുടെ പ്രതിഷ്ഠ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്ന സ്ഥലത്ത് പോയി ഭഗവതിയെ വണങ്ങിയ ശേഷം നിരന്നു നിൽക്കും. തിരുവമ്പാടി വിഭാഗം തെക്കേ ഗോപുരത്തിലൂടെ ഇറങ്ങി പാറേമേക്കാവ് വിഭാഗത്തിന് മുഖാമുഖം നിൽക്കുന്നതോടെ കുടമാറ്റം ആരംഭിക്കുകയായി. 2 വിഭാഗം ദേവിമാരുടെയും കൂടിക്കാഴ്ചയാണ് കുടമാറ്റം. മുഖാമുഖം നിൽക്കുന്ന പാറേമേക്കാവ് തിരുവമ്പാടി വിഭാഗങ്ങൾ തമ്മിൽ പ്രൗഢഗംഭീരമായ വർണ്ണക്കുടകൾ പരസ്പരം ഉയർത്തിക്കാണിച്ച് മത്സരിക്കുന്നതാണ് കുടമാറ്റം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓരോ കുട ഉയർത്തിയ ശേഷവും 3 പ്രാവശ്യം വെഞ്ചാമരവും ആലവട്ടവും ഉയർത്തിയ ശേഷമേ അടുത്ത കുട ഉയർത്താവൂ. ഇരുവിഭാഗവും മത്സരബുദ്ധിയോടുകൂടി അവതരിപ്പിക്കുന്ന ഈ കുടമാറ്റത്തിൽ ഓരോ വർഷവും പുതുമയുള്ള കുടകൾ അവതരിപ്പിക്കാൻ ഇരു ടീമുകളും ശ്രമിക്കാറുണ്ട്. ചെറിയൊരു വെടിക്കെട്ടോടെ ഈ കുടമാറ്റം അവസാനിപ്പിക്കുകയും ഇതോടെ പകൽ പൂരം അവസാനിക്കുകയും ചെയ്യുന്നു. എന്നാൽ രാത്രിയിലും ചെറിയ പൂരങ്ങൾ വീണ്ടും ആവർത്തിക്കും. പിന്നീട് പുലർച്ചെയാണ് പ്രധാന വെടിക്കെട്ട് നടക്കുന്നത്.
ഇങ്ങനെ പുലർച്ചെയുള്ള പ്രധാന വെടിക്കെട്ടിന് ശേഷമുള്ളതാണ് പിന്നീട് വരുന്ന പകൽ പൂരം. തൃശ്ശൂർക്കാരുടെ പൂരം എന്ന പേരിലും ഇത് അറിയപ്പെടാറുണ്ട്. ഈ പകൽ പൂരത്തിലും പാണ്ടിമേളവും കുടമാറ്റവും എഴുന്നള്ളത്തുമെല്ലാം ഉണ്ടാകും. ഏതാണ്ട് ഉച്ചയ്ക്ക് 12 മണിയോടുകൂടി ഇരുവിഭാഗത്തിൻ്റെയും പാണ്ടിമേളം അവസാനിക്കുന്നു. ഈ മേളത്തിന് ശേഷം പിന്നീട് വെടിക്കെട്ടും നടക്കുന്നു. ഈ വെടിക്കെട്ടിന് ശേഷം ദേവിമാർ പരസ്പരം ഉപചാരം ചൊല്ലി ശ്രീമൂല സ്ഥാനത്തു നിന്നും അടുത്ത പൂരത്തിന് കാണാമെന്ന ചൊല്ലോടെ വിട വാങ്ങുന്നു. ഇതോടെ ഔപചാരികമായി പൂരം ചടങ്ങുകൾ അവസാനിക്കുന്നു. പൂരത്തിൻ്റെ പിറ്റേന്നാണ് പൂരക്കഞ്ഞിയുള്ളത്. ഇരു ദേവസ്വം ബോർഡും കൂടി പൂരത്തിന് സഹായിച്ചവർക്കെല്ലാം വേണ്ടിയിട്ടാണ് പൂരക്കഞ്ഞിയുടെ ചടങ്ങ് നടത്തുന്നത്.
ഇതാണ് പ്രശസ്തമായ മടത്തിൽ വരവ്. പഞ്ചവാദ്യത്തിൻ്റെ അകമ്പടിയോടുകൂടി തിരുവമ്പാടിയുടെ ഗജവീരന്മാർ എഴുന്നള്ളി വരുന്നതാണ് ഈ കാണുന്നത്. പ്രധാന തിടമ്പേറ്റിയ ഗജവീരൻ നടുവിലാൻ പന്തലിലും കയറുന്നു. ഈ വർഷത്തെ തൃശ്ശൂർ പൂരത്തിൽ പോലീസും സംഘാടകരും തമ്മിലുണ്ടായ പ്രശ്നങ്ങളെ തുടർന്നാണ് ചരിത്രത്തിലാദ്യമായി മടത്തിൽ വരവ് എഴുന്നള്ളിപ്പ് നിർത്തി ആനയെ നടത്തിക്കൊണ്ടുപോകുന്നത് ഈ കാണുന്നത്. ഇത്തവണത്തെ തൃശ്ശൂർ പൂരം വെടിക്കെട്ടിന് മുമ്പ് പ്രതിസന്ധിയിലായതിനെ തുടർന്ന് വെടിക്കെട്ടിന് വേണ്ടി കാത്തിരിക്കുന്ന പൂരപ്രേമികളാണ് കാണുന്നത്. ഇത്തവണത്തെ തൃശ്ശൂർ പൂരം ഒരുപാട് വിവാദങ്ങൾ നിറഞ്ഞതായിരുന്നു. പോലീസ് അമിതമായ നിയന്ത്രണങ്ങൾ കൊണ്ടുവരികയും പൂരത്തിൻ്റെ കമ്മിറ്റിക്കാർക്കുൾപ്പെടെ പൂരത്തിൽ പങ്കെടുക്കാനെത്തിയ പലർക്കും പല സ്ഥലങ്ങളിലും എത്തിച്ചേരാൻ പറ്റാതിരിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ നിരവധി തവണ പൂരം നിർത്തിവെക്കുകയും ചെയ്തു. കൂടാതെ ഇതേ തുടർന്ന് വെടിക്കെട്ട് നിർത്തിവെക്കുകയും പിന്നീട് 3 മണിക്ക് നടക്കേണ്ട വെടിക്കെട്ട് പുലർച്ചെ 7 മണിയോടുകൂടിയാണ് നടന്നത്.
എന്തായാലും ഇത്തവണ തൃശ്ശൂർ പൂരത്തിൻ്റെ മുഴുവൻ ചടങ്ങുകൾ കാണാൻ സാധിച്ചില്ലെങ്കിലും അത്യാവശ്യം പ്രധാനപ്പെട്ട എല്ലാ ചടങ്ങുകളിലും കാണാനും പങ്കെടുക്കാനും സാധിച്ചു. പോലീസിൻ്റെ നിയന്ത്രണം മൂലം പല സ്ഥലങ്ങളിലും എത്തിച്ചേരാൻ സാധിച്ചില്ല. അപ്പോൾ നിങ്ങൾക്കെല്ലാം ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ മറ്റുള്ളവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവരും ടേക്ക് കെയർ. ബൈ.